السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، واشهد ان لا اله الا الله وحده لا شريك له، واشهد ان محمدا عبده ورسوله ارسله بالحق بشيرا ونذيرا وداعيا الى الله باذنه وسراجا منيرا. اما بعد فاعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ان هؤلاء يحبون العاجله ويذرون وراءهم يوما ثقيلا. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും പുറത്തുനിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും മരണപ്പെടുമ്പോൾ പരിശുദ്ധമായ കലിമ ചൊല്ലി മരണപ്പെടുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധമായ ദീൻ, അത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. ഒരു അടിമയുടെ ജീവിതത്തിൽ ഏതെല്ലാം ഘട്ടങ്ങൾ കടന്നു പോകുന്നുണ്ടോ ആ മുഴുവൻ മേഖലകളിലും പരിശുദ്ധമായ ഇസ്ലാം വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്, വ്യക്തമായ മാർഗവും വഴികളും കാണിക്കുന്നുണ്ട്. ലോകത്ത് ഇന്നുള്ള പല മതങ്ങളെ പോലെയോ പല ആശയങ്ങളെ പോലെയോ ഏതെങ്കിലും പ്രത്യേകമായ സമയത്തോ സ്ഥലത്തോ ചുരുങ്ങുന്നതല്ല ഇസ്ലാമിൻ്റെ ജീവിതം. അതുകൊണ്ടാണ് ഇസ്ലാം ഇത്രമാത്രം ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്നത്. മനുഷ്യന്റെ എല്ലാ മേഖലയിലും എല്ലാ കാര്യങ്ങളിലും ഇസ്ലാം കൈവെക്കുന്നതിന്റെ പേരിൽ പൊതുവെ മനുഷ്യന്റെ പല താല്പര്യങ്ങൾക്കും ഇസ്ലാം തടയിടുന്നതിന്റെ പേരിൽ, അതുകൊണ്ട് തന്നെയാണ് ലോകത്ത് ഇത്രമാത്രം ഇസ്ലാമിനെ ചർച്ച ചെയ്യാത്തത്. മാത്രമല്ല, അല്ലാഹു തആല പരിശുദ്ധ ശരീഅത്തിലൂടെ പല ഹിക്മത്തിന്റെയും ഖൈറാത്തിന്റെയും പേരിൽ പല കാര്യങ്ങളും നിഷിദ്ധമാക്കി ഹറാമാക്കി അറിയിച്ചു. അതിലൂടെ ഈ ലോകത്ത് പല വലിയ ബിസിനസ് മാഫിയകൾക്കും അവരുടെ കച്ചവടം മുന്നോട്ട് പോകാത്ത തടസ്സമായി മാറി. അതുകൊണ്ടും ഇസ്ലാമിനെ പല രീതിയിൽ കൂടിയും ഇസ്ലാമിനെയും ഇസ്ലാമിന്റെ നിയമങ്ങളെയും മോശമായി ചിത്രീകരിക്കുകയും ചർച്ചയിൽ കൊണ്ടുവരികയും ചെയ്തു. എന്നാൽ ഇത് അള്ളാഹുവിന്റെ ദീനാണ്. ഇതിലെ നിയമങ്ങൾ ഹുക്മ ഇലാഹിയാണ്, അള്ളാഹുവിന്റെ നിയമങ്ങളാണ്. അതൊരിക്കലും മാറ്റപ്പെടാൻ സാധിക്കുകയില്ല. ഇസ്ലാം ഹറാമാക്കിയതിനൊരിക്കലും ഒരു നിലയിലും ഹലാലാക്കാൻ സാധിക്കുകയില്ല. പരിശുദ്ധമായ ദീൻ മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലയുമായി ബന്ധപ്പെടുന്നതാണ്. നമ്മുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട മേഖലയാണ് മനുഷ്യന്റെ സന്തോഷ സമയങ്ങൾ, മനുഷ്യന്റെ ആഘോഷ സമയങ്ങൾ, മനുഷ്യന്റെ വിജയത്തിന്റെ സമയങ്ങൾ. അവിടെയും ഇസ്ലാം ഒരു മാർഗം, ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുസ്ലിമിന്റെ ആഘോഷം എങ്ങനെയായിരിക്കണം, മുസ്ലിമിന്റെ സന്തോഷം എങ്ങനെയായിരിക്കണം, മുസ്ലിമിന്റെ ആനന്ദം എങ്ങനെയായിരിക്കണം. ഇസ്ലാം ഒരിക്കലും മനുഷ്യന്റെ സന്തോഷത്തിനോ ആനന്ദത്തിനോ മനുഷ്യന് ആവശ്യമായ ആഘോഷങ്ങൾക്കോ ഒരിക്കലും ഇസ്ലാം തടസ്സമല്ല. പലരും തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെ ഇസ്ലാം മനുഷ്യന്റെ ആനന്ദത്തിനും സന്തോഷത്തിനും തടസ്സം ഒരിക്കലുമില്ല.
വളരെ കൂടുതൽ മനുഷ്യന്റെ സന്തോഷവും ആനന്ദവും പരിഗണിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം. അബൂബക്കർ റളിയല്ലാഹു തആല ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വന്നപ്പോൾ, മകളുടെ വീട്ടിൽ വന്നപ്പോൾ അവിടെ ചില പദ്യങ്ങൾ ആലപിക്കുന്നത് കേട്ടു. അബൂബക്കർ റളിയല്ലാഹു തആല ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിച്ചു, അമസാമീറു ശൈത്താൻ ഫീ ബൈത്ത് റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ പിശാചിന്റെ ശബ്ദം കേൾക്കുകയോ? ചില കുട്ടികൾ, ചില അൻസാരികളായ കുട്ടികൾ പദ്യങ്ങൾ ആലപിക്കുകയും സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കർ വിട്ടേക്ക്, ഇന്ന് പെരുന്നാൾ ദിവസമാണ്, സന്തോഷ ദിവസമാണ്, അവർ പദ്യങ്ങൾ ആലപിക്കട്ടെ. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ഒരു അൻസാരിയായ സഹാബി, അദ്ദേഹത്തിന്റെ വിവാഹം നടന്നു. അങ്ങനെ വധുവിനെ ഞങ്ങളെല്ലാം കൂടി നല്ല ആഭരണങ്ങളും വസ്ത്രങ്ങളും അണിയിച്ച് ഭംഗിയാക്കി പറഞ്ഞയക്കാൻ ഒരുമ്പിടുമ്പോൾ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആയിഷ, കൂട്ടത്തിൽ പദ്യങ്ങൾ ആലപിക്കാനുള്ള ആളുകളെ കൂട്ടത്തിൽ അയച്ചുകൂടെ? അൻസാരികൾക്ക് പദ്യം ഇഷ്ടമാണെന്ന് എനിക്കറിയുകയില്ലേ? ആഘോഷത്തിലും മനുഷ്യന്റെ സന്തോഷത്തിലും ഇസ്ലാം ഒരിക്കലും തടസ്സമല്ല. എപ്പോഴും ദുഃഖിതനായി വിഷമത്തിൽ കഴിഞ്ഞുകൂടാൻ ഇസ്ലാം പഠിപ്പിക്കുന്നുമില്ല. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തി വന്നപ്പോൾ അദ്ദേഹത്തോട് തങ്ങൾ പേര് ചോദിച്ചു. ഹുസൈൻ എന്ന അദ്ദേഹം പേര് പറഞ്ഞു, ദുഃഖിതൻ. തങ്ങൾ പറഞ്ഞ ആ പേരിനെ മാറ്റി സഹൽ എന്ന പേര് വെക്കി. അദ്ദേഹം പറഞ്ഞു, ഇല്ല, എൻ്റെ പിതാവ് വെച്ച പേരാണ്, ഞാൻ മാറ്റുകയില്ല. സഹാബാക്കൾ പറയുന്നുണ്ട്, പിന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഞങ്ങൾ അധിക സമയം ദുഃഖത്തിലായിട്ടാണ് കണ്ടത്. അപ്പൊ ദുഃഖിതനായി, ദുഃഖത്തിന്റെ അർത്ഥം വരുന്നൊരു പേര് പോലും നിബിധങ്ങൾ മാറ്റാൻ സഹാബിയെ പ്രേരിപ്പിക്കുകയുണ്ടായി. ഉമ്മു ഹബീബ റളിയല്ലാഹു തആല പറയുന്നു, അവരുടെ പിതാവ് മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഉമ്മു ഹബീബ റളിയല്ലാഹു തആല 3 ദിവസം കഴിഞ്ഞപ്പോൾ സുഗന്ധം കൊണ്ടുവരാൻ പറയുകയും അത് ശരീരത്തിൽ പുരട്ടുകയും ചെയ്തു. എന്നിട്ട് അവർ പറഞ്ഞു, എനിക്ക് സുഗന്ധം പുരട്ടാൻ ആഗ്രഹമുണ്ടായിട്ടല്ല, നിബിധങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ത്രീ തന്റെ ഭർത്താവല്ലാത്ത ആരെങ്കിലും മരണപ്പെട്ടാൽ 3 ദിവസത്തിൽ കൂടുതൽ ദുഃഖിക്കാൻ പാടില്ല. അവരുടെ നിബിധങ്ങളുടെ സുന്നത്തിനെ പിൻപറ്റാൻ വേണ്ടിയാണ്. അപ്പൊ ഇസ്ലാം എപ്പോഴും ഒരു ദുഃഖിതനായി വിഷമിച്ച് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന മതമല്ല. മനുഷ്യന്റെ സന്തോഷത്തിനും ആനന്ദത്തിനും ഇസ്ലാം വലിയ പങ്ക് നൽകുന്നുണ്ട്. പക്ഷേ ഇസ്ലാം നമുക്ക് നൽകുന്ന സന്തോഷം, അതിന് മാർഗമുണ്ട്, നിർദ്ദേശമുണ്ട്. 2 കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ദുനിയാവിലെ ആഘോഷങ്ങളും സന്തോഷങ്ങളും പങ്കുചേർന്ന് ആഖിറത്തിന്റെ യഥാർത്ഥമായ സന്തോഷം നഷ്ടപ്പെട്ടു പോകരുത്. ദുനിയാവിന്റെ ആഘോഷത്തിന്റെയും ആനന്ദത്തിന്റെ പേരിൽ ഉടമസ്ഥനായ അള്ളാഹു നിഷിദ്ധമാക്കിയ ഹറാമുകൾ ചെയ്ത് അള്ളാഹുവിനെ കോപിഷ്ഠനാക്കരുത്. പക്ഷേ ഖേദകരം, ഇന്ന് നമ്മുടെ സന്തോഷങ്ങൾ, നമ്മുടെ ആഹ്ലാദങ്ങൾ, നമ്മുടെ വിജയാഘോഷങ്ങളെല്ലാം അള്ളാഹുവിനെ വെറുപ്പിക്കുന്ന പാപങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. അള്ളാഹ് ഹറാമാക്കിയ, നിഷിദ്ധമാക്കിയ പാപങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. പ്രത്യേകിച്ച് ഇസ്ലാം വളരെ ശക്തമായി തടഞ്ഞതായ മ്യൂസിക്കിന്റെ ശബ്ദം കൊണ്ട് നമ്മുടെ സന്തോഷങ്ങൾ നിറഞ്ഞ അവസ്ഥയിലാണ്. വിവാഹമാകട്ടെ, മറ്റു ഫംഗ്ഷനുകളാകട്ടെ, വിജയാഘോഷങ്ങളാകട്ടെ, ഏത് കാര്യത്തിലേക്ക് നോക്കിയാൽ മുസ്ലിമീങ്ങളുടെ സന്തോഷ സുദിനം ഹറാമായ മ്യൂസിക് കൊണ്ട് നിറഞ്ഞതാണ്. സൗതാനി മൽഊനാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 ശബ്ദങ്ങൾ ശപിക്കപ്പെട്ടതാണ്. ആ ശബ്ദത്തിന്റെ ഉടമ, ആ ശബ്ദത്തിൽ പങ്കുചേരുന്നവർ ശാപത്തിന് അർഹരാണ്. ഒന്ന് തങ്ങൾ പറഞ്ഞത്, മ്യൂസിക്കിന്റെ ഹറാമായ സംഗീതത്തിൽ മുഴുകുന്ന, അതുമായി പങ്കുചേരുന്നവർ അള്ളാഹുവിന്റെ ശാപത്തിന് അർഹരാണ്. സൗതാനി ഫാജിറാനി ഫാഹിഷാൻ. ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നു, വൃത്തികെട്ട ഫാജിരികളുടെ ശബ്ദമാണ് സംഗീതത്തിന്റെ, മ്യൂസിക്കിന്റെ ശബ്ദം. ഹദീസിൽ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വൻ പാപമായി അറിയിച്ച 2 വലിയ തിന്മകളുമായി 3ാമത് ചേർത്ത് പറഞ്ഞ ഒന്നാണ് സംഗീതം എന്നുള്ളത്. വ്യഭിചാരത്തോടും കള്ളുകുടിയോടും ചേർത്ത് തങ്ങൾ പറഞ്ഞ ഒരു തിന്മയാണ് സംഗീതം, മ്യൂസിക് എന്നുള്ളത്. സഹാബാക്കളുടെ ജീവിതങ്ങൾ നോക്കിയാൽ അവർ അവരുടെ ജീവിതത്തിൽ വളരെ സൂക്ഷ്മത പാലിച്ചു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല യാത്രാമധ്യേ സംഗീതത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ ചെവിയിൽ അദ്ദേഹം വിരലിട്ടുകൊണ്ട് അദ്ദേഹം വേഗത്തിൽ യാത്ര ചെയ്തു. എന്നിട്ട് തന്റെ ശിഷ്യൻ നാഫിയോട് ചോദിച്ചു, നാഫിയെ,
ഇപ്പോൾ ആ ശബ്ദം കേൾക്കുന്നുണ്ടോ? ശബ്ദം കേൾക്കാത്ത സ്ഥലം വരെ ചെവിയിൽ കൈയിട്ട് അദ്ദേഹം വേഗത്തിൽ യാത്ര ചെയ്യുകയില്ല. ആയിഷ റളിയല്ലാഹു തആല അൻഹ യാത്രാമധ്യേ ഒരു വീടിന്റെ ഉള്ളിൽ നിന്നും മോശമായ സംഗീതത്തിന്റെ ശബ്ദങ്ങൾ കേട്ടപ്പോൾ ഉഫ്ഫിൻ ഉഖ്രിജൂഹു ഫഇന്നഹു ശൈത്താനുൻ, ശൈത്താനിന്റെ ശബ്ദമാണ്, ആ മനുഷ്യൻ അവിടെ നിന്ന് പുറത്താക്കി എന്ന് ആയിഷ റളിയല്ലാഹു പറയുകയുണ്ടായി. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ അദ്ദേഹത്തോട് ചോദിച്ചു, സംഗീതം അതിനെക്കുറിച്ച് താങ്കൾ എന്താണ് പറയുന്നത്, വിധി എന്താണ്? അദ്ദേഹം പറഞ്ഞു, നീ തന്നെ പറയും, നാളെ ആഖിറത്തിൽ അല്ലാഹു തആല ഹഖും ബാത്തിലും കൊണ്ടുവരുമ്പോൾ ഈ ശബ്ദം ഈ മോശമായ ശബ്ദത്തിന്റെ ആളുകൾ ഹക്കിന്റെ നന്മയുടെ കൂട്ടത്തിലായിരിക്കുമോ അതല്ല തിന്മയുടെ കൂട്ടത്തിലായിരിക്കുമോ? അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു വമിനൻ നാസി മൻ യശ്രി ലഹുൽ ഹദീസ് എന്ന ആയത്തിന്റെ തഫ്സീറിൽ അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിൽ സത്യമായി അല്ലാഹു തആല ഇവിടെ പറയുന്ന ലഹുൽ ഹദീസ് അത് ഗിനാഇന്റെ, മ്യൂസിക്കിന്റെ, സംഗീതത്തെ കുറിച്ചാണ് അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നത്. റുഖിയത്തു സിന, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സംഗീതം, മ്യൂസിക് റുഖിയത്തു സിന മനുഷ്യനെ വ്യഭിചാരത്തിലേക്ക് കൊണ്ടുപോകുന്ന മന്ത്രമാണ്. സഹാബാക്കളിൽ പ്രധാനപ്പെട്ട 4 വ്യക്തികൾ, സഹാബാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ആലിമീങ്ങളായ ദീനിന്റെ വിധികൾ കൽപ്പിച്ചിരുന്ന പ്രധാനപ്പെട്ട 4 സഹാബാക്കൾ, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ്, ആയിഷ റളിയല്ലാഹു തആല, ഈ 4 സഹാബാക്കളാണ് മ്യൂസിക്കിനെയും മോശമായ സംഗീതത്തെക്കുറിച്ചും ഇത്രയും കടുത്ത വാക്കുകൾ പറഞ്ഞത്. സലഫു സാലിഹീങ്ങളുടെ ചരിത്രങ്ങൾ നോക്കിയാൽ അവരും ഈ തിന്മയെ വെറുത്തിരുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹം തന്റെ മകനെ ദീനിയായ അദബുകൾ പഠിപ്പിക്കാൻ ഒരു ഉസ്താദിനെ ഏൽപ്പിച്ചപ്പോൾ അദ്ദേഹത്തോട് പ്രത്യേകമായി പറയുകയുണ്ടായി, മക്കളുടെ ഹൃദയത്തിൽ ചെറുപ്രായത്തിലെ സംഗീതത്തോടും പാട്ടിനോടും നിങ്ങൾ വെറുപ്പുണ്ടാക്കി തീർക്കണം. കാരണം അതിന്റെ തുടക്കം പിശാചിൽ നിന്നാണ്, അതിന്റെ ഒടുക്കം അള്ളാഹുവിന്റെ സഖ്താണ്, അള്ളാഹുവിന്റെ കോപമാണ്. ആഖിബത്തുഹാ സഖ്തുർ റഹ്മാൻ, അതിന്റെ പര്യവസാനം അള്ളാഹുവിന്റെ കോപത്തിന് അർഹനായിത്തീരും. അബൂബക്കർ ബാഖിലാനി റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹത്തെ കുറിച്ച് ഗ്രന്ഥങ്ങൾ എഴുതിയിരിക്കുന്നത് കാണാം. ഷെയ്ഖ് ആരിഫി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. റോമിലേക്ക് അദ്ദേഹത്തെ ദൂതനായി പറഞ്ഞയച്ചു മുസ്ലിമീങ്ങളുടെ ഭാഗത്തു നിന്ന്. അദ്ദേഹം രാജാവിന്റെ കൊട്ടാരത്തിലെത്തി. അദ്ദേഹത്തോട് അവിടുത്തെ നാട്ടു നടപ്പനുസരിച്ച് രാജാവിന്റെ മുന്നിൽ തലകുനിച്ച് പ്രവേശിക്കണം. അദ്ദേഹം തയ്യാറായില്ല. മറ്റൊരു ചെറിയ വാതിൽക്കൽ കൂടെ അദ്ദേഹത്തെ കടത്താൻ പറഞ്ഞു. അവിടെ താൻ നിർബന്ധ സാഹചര്യത്തിൽ കുനിക്കേണ്ടി വരുന്നതിന് പേരിൽ അദ്ദേഹം അവിടെ ഇരുന്ന് അദ്ദേഹം തലകുനിക്കാതെ അദ്ദേഹം പ്രവേശിക്കുകയുണ്ടായി. അദ്ദേഹം സദസ്സിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് സംഗീതങ്ങൾ ആലപിക്കാൻ പറഞ്ഞു. ഹറാമായ പിശാചിന്റെ ശബ്ദം അദ്ദേഹം കേൾക്കാതിരിക്കാൻ വേണ്ടി ചരിത്രത്തിൽ കാണാം, അദ്ദേഹം തന്റെ ശരീരത്തിൽ സ്വയം ഒരു മുറിവുണ്ടാക്കി. ആ വേദനയിലേക്ക് തന്റെ ശ്രദ്ധയെ തിരിപ്പിക്കാൻ വേണ്ടി, ഈ സംഗീതത്തിന്റെ ശബ്ദം കേൾക്കാതിരിക്കാൻ വേണ്ടി. ഇങ്ങനെ മുൻഗാമികൾ, മഹാന്മാർ, സഹാബാക്കൾ ഇവരെല്ലാം പോയ സ്വർഗത്തിലാണ് നമുക്ക് പോകേണ്ടത്. ഇവരെ ആരെങ്കിലും കാണാൻ സാധിക്കുമോ? മ്യൂസിക്കിന്റെ ശബ്ദത്തിലൊപ്പിച്ച് ആടുകയും തുള്ളുകയും ചെയ്യുന്ന ഏതെങ്കിലും മുൻഗാമികളെ കാണാൻ സാധിക്കുമോ? ഇവർ പോയ സ്വർഗത്തിലല്ലേ നമുക്ക് പോകേണ്ടത്. അവർക്കും ആഘോഷങ്ങളും സന്തോഷ ദിവസങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അല്ലാഹുവിനെ ഭയപ്പെട്ടു. അല്ലാഹു നിഷിദ്ധമാക്കിയതിനെ ഹറാമാക്കിയതിനെ ഹറാമായി കണ്ടു. അതൊരു ലഹരിയാണ്. ഇന്ന ലഹു സഖ്റൻ, മുൻഗാമികൾ പറഞ്ഞതുപോലെ മദ്യത്തിനൊരു ലഹരിയുള്ളതുപോലെ സംഗീതത്തിനൊരു ലഹരിയുണ്ട്. അതിന്റെ തരംഗം, ഓരോ തരംഗവും മനുഷ്യനെ പല തിന്മയിലേക്ക് കൊണ്ടുപോകും. ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, ആ സംഗീതത്തിന്റെ തരംഗങ്ങൾ ചിലത് മനുഷ്യനെ അക്രമത്തിലേക്ക് കൊണ്ടുപോകും, ചിലത് മനുഷ്യനെ വ്യഭിചാരത്തിലേക്ക് കൊണ്ടുപോകും, ചില ശബ്ദങ്ങൾ മനുഷ്യനെ പ്രേമത്തിലേക്ക് കൊണ്ടുപോകും. ഇങ്ങനെ പല തിന്മകളിലേക്കും കൊണ്ടുപോകാൻ ശക്തികളൊന്നാണ് മ്യൂസിക് എന്നത്. അതുകൊണ്ട് ഇസ്ലാം പല ഖൈറാത്തിന്റെ പേരിലും ഹിക്മത്തിന്റെ പേരിലും അതിനെ നിഷിദ്ധമാക്കി. ഇന്ന് നമ്മുടെ ആനന്ദങ്ങളും സന്തോഷങ്ങളും വിജയാഘോഷങ്ങളുമെല്ലാം അള്ളാഹ് പച്ചയായി നിഷിദ്ധമാക്കിയ ഹറാമ് നിറഞ്ഞതാണ്. ഒരു മടിയുമില്ലാതെ പരസ്യമായി തിന്മകൾ 2 നിലയിലാണ്. ഒന്ന് സ്വന്തമായി ചെയ്യുന്ന തിന്മ, ഒരാൾ മദ്യപിക്കുന്നു, സ്വന്തമാണ് തിന്മ. 2, ആ തിന്മ സ്വന്തവും ചെയ്യുന്നു, ആ തിന്മയുടെ മറ്റുള്ളവരെയും പങ്കാളികളാണ്. മ്യൂസിക് അധികവും സ്വയം അതിൽ പങ്കാളിയാകുന്നു, അതിലൂടെ മറ്റുള്ളവരെ പങ്കാളിയാക്കുകയാണ്. ഈ അവസ്ഥയിൽ എങ്ങനെ ചിന്തിച്ചു നോക്കി, മനുഷ്യന് അന്ത്യം അങ്ങനെ സംഭവിച്ചു പോയാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് എത്ര വലിയ നഷ്ടമാണ്.
അള്ളാഹ് പച്ചയായി ഹറാമെന്ന് നിഷിദ്ധമാണെന്ന് പറഞ്ഞ മ്യൂസിക്കിൽ ലയിച്ച് ആടുകയും തുള്ളുകയും ചെയ്യുമ്പോൾ ആ സമയത്തെങ്ങാനും മരണമെങ്ങാനും ആസന്നമായാൽ ഇബ്രാഹിമിന് അദ്ദേഹം റഹ്മത്തുള്ളാഹി തആലയുടെ മുന്നിൽ ഒരു ചെറുപ്പക്കാരൻ വന്ന് ചോദിച്ചു, എനിക്ക് തിന്മകൾ ഒഴിവാക്കാൻ സാധിക്കുന്നില്ല, ചില തിന്മകൾ ഒഴിവാക്കാൻ സാധിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ ചില കാര്യങ്ങൾ എന്നോട് ചോദിക്കാം, നീ എനിക്ക് അതിന് ഉത്തരം തരണം, എന്നിട്ട് നീ തീരുമാനിക്കണം. അതിലൊന്ന് അദ്ദേഹം ചോദിച്ചത്, നീ തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മലക്കുൽ മൗത്ത് വരുന്നതെങ്കിൽ നീ എങ്ങനെ മലക്കുൽ മൗത്തിനെ നേരിടും? നീ ഒരു ഹറാമായ പ്രവൃത്തിയിൽ മുഴുകി കഴിഞ്ഞുകൂടുമ്പോഴാണ് നിന്റെ മരണം നിശ്ചയിക്കപ്പെട്ട സമയം മലക്കുൽ മൗത്ത് വരുന്നതെങ്കിൽ നീ എങ്ങനെ മലക്കുൽ മൗത്തിനെ നേരിടും? നമുക്കറിയില്ല മനുഷ്യന്റെ ആഖിബത്ത് അന്ത്യം എപ്പോഴാണ്. ഹറാമിന്റെ ഈ ശൈത്താന്റെ ശബ്ദത്തിൽ മുഴുകി ആടുകയും തുള്ളുകയും ചെയ്യുമ്പോഴാണ് മലക്കുൽ മൗത്ത് വരുന്നതെങ്കിൽ എത്ര മോശമായ അന്ത്യമായിരിക്കും. പ്രധാനപ്പെട്ട പണ്ഡിതനാണ് ആരിഫ്. അദ്ദേഹം ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അദ്ദേഹം രണ്ട് അപകടങ്ങൾ അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനും അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹത്തോട് പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥൻ 2 അപകടങ്ങളെ കുറിച്ച്. ഒന്നൊരു ചെറുപ്പക്കാരൻ, ഒരു ആക്സിഡന്റിൽ ഒരു ചെറുപ്പക്കാരൻ മരണപ്പെടുകയുണ്ടായി. മരണത്തിന്റെ അവസാന സമയം പോലീസ് ഉദ്യോഗസ്ഥർ പറയാൻ ആ മനുഷ്യൻ അറബി രാജ്യത്താണ്. ആ ചെറുപ്പക്കാരന്റെ മയ്യിത്ത് ഞങ്ങൾ മടിയിലേക്ക് വച്ചു, പരിശുദ്ധമായ കെലിമ ചൊല്ലിക്കൊടുത്തു. അവസാന സമയം ഞങ്ങൾ കെലിമ ചൊല്ലിക്കൊടുത്തു. അപ്പോൾ ആ ചെറുപ്പക്കാരൻ എന്തോ പറയുന്നുണ്ട്, കേൾക്കാൻ സാധിക്കുന്നില്ല. ചെവി അദ്ദേഹത്തിന്റെ ചുണ്ടിലേക്ക് ചേർത്ത് വെച്ച് നോക്കിയപ്പോൾ ചില പാട്ടുകൾ ആലപിക്കുകയാണ്. യാത്രയിൽ പാട്ടുകൾ, ഹറാമുകൾ കേട്ട് യാത്ര ചെയ്യുന്ന മനുഷ്യൻ, ചെയ്ത ചെറുപ്പക്കാരൻ അന്ത്യവും അതേ നിലയിൽ അള്ളാഹുവിലേക്ക് മടങ്ങുകയുണ്ടായി. മറ്റൊരു സംഭവം, ഒരു അപകടത്തെക്കുറിച്ച് പോലീസ് ഉദ്യോഗസ്ഥൻ ഉദ്ധരിച്ചു. ഒരു ചെറുപ്പക്കാരൻ യാത്ര മധ്യേ വാഹനം കേടായി. അദ്ദേഹം വാഹനത്തിൽ ഇറങ്ങി ടയറോ മറ്റോ നന്നാക്കുന്നതിൽ മറ്റൊരു വണ്ടി വന്ന് ഇടിച്ചു. അദ്ദേഹം ഇതേപോലെ മരണാസന്നായി കിടക്കുന്ന സമയം അദ്ദേഹത്തിന്റെ തലയെടുത്ത് മടിയിലേക്ക് വെച്ചു കെലിമ ചൊല്ലി കൊടുക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആൻ, യാത്രാ മധ്യേ ഖുർആൻ കേട്ടുകൊണ്ട് യാത്ര ചെയ്ത ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ മരണം ഖുർആൻ ഓതിക്കൊണ്ട്. എത്ര നല്ല മരണമാണ്. മറ്റു ചെറുപ്പക്കാരൻ യാത്രയിൽ സംഗീതവും ഹറാമും കേട്ടു ആലപിച്ച് അതിൽ യാത്ര ചെയ്തു, മരണവും ആ അവസ്ഥയിലായി. ഇമാം ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹത്തിന്റെ കിതാബിൽ ഒരു സംഭവം അദ്ദേഹം ഇതേപോലെ ഉദ്ധരിക്കുന്നുണ്ട്. ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് മരണസമയത്ത് പരിശുദ്ധമായ കെലിമ ചൊല്ലി കൊടുത്തപ്പോൾ നാവിൽ നിന്ന് വന്ന് ചില അറബി പദ്യങ്ങളുടെ വചനങ്ങൾ. എത്രയെത്ര മനുഷ്യർ അവസാന സമയം നാവിൽ നിന്ന് ഹറാമിന്റെ വചനങ്ങളാണ് വന്നത്. അറിയില്ല മനുഷ്യന്റെ അന്ത്യം ആഖിബത്ത് എപ്പോഴാണ് എന്ന്. മുൻകഴിഞ്ഞ വേദഗ്രന്ഥങ്ങൾ ലിപിമാർക്കിറങ്ങിയ ഗ്രന്ഥങ്ങൾ ഉള്ളതുപോലെ ഭൂമിയിൽ മനുഷ്യൻ തുള്ളി ചാടി ഉല്ലസിച്ച് നടക്കുന്നു. ആകാശ ലോകത്ത് അവന്റെ പേര് മരണപ്പെടാനുള്ളവരുടെ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞിട്ടുമുണ്ട്. ദുന്യാവിൽ ഇങ്ങനെ തുള്ളി ചാടി നടക്കുകയാണ്. പക്ഷെ അവന്റെ പേരാകട്ടെ ആകാശ ലോകത്ത് മരണപ്പെടാനുള്ളവരുടെ ലിസ്റ്റിൽ അവന്റെ പേര് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഹറാമായി അള്ളാഹ് നിഷിദ്ധമാക്കിയ ഹറാമുകൾക്ക് ചുവടുവെച്ച് ആടുകയും തുള്ളുകയും പാടുകയും ചെയ്യുന്ന ചെറുപ്പക്കാർ മുസ്ലിമീങ്ങൾ ഈ ചിന്തയോടുകൂടിയായിരിക്കണം. ഈ ചിന്തയുണ്ടാകണം മനസ്സിൽ. എൻ്റെ മരണമെങ്ങാനും സമയം സംഭവിച്ചു പോയാൽ, ആഘോഷ സമയമായിരിക്കാം, സന്തോഷ ദിവസമായിരിക്കാം, പക്ഷെ മരണം വരുന്നതിന് പ്രത്യേകിച്ച് അതിന് ദിവസങ്ങളൊന്നുമില്ല. നിന്റെ ആഘോഷത്തെ പരിഗണിക്കുകയില്ല, നിന്റെ സന്തോഷത്തെ പരിഗണിക്കുകയില്ല. സമയമായാൽ അത് എത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് സഹാബാക്കൾ, മുൻഗാമികൾ, അവർക്കും ജീവിതങ്ങൾ, ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു, സന്തോഷങ്ങൾ ഉണ്ടായിരുന്നു, വിജയങ്ങൾ ഉണ്ടായിരുന്നു. അവർ നമുക്ക് മാതൃകയാണ്. എങ്ങനെയാണ് അവർ വിജയത്തിൽ ആഘോഷിച്ചത്, എങ്ങനെ അവർ സന്തോഷം അവർ പങ്കിട്ടത്. മക്കം ഫതഹിന്റെ ഏറ്റവും വലിയ സഹാബാക്കളുടെ വിജയമാണ്. വർഷങ്ങൾ ആക്രമിക്കുകയും ഉപദ്രവിക്കുകയും അതിനെല്ലാം അപ്പുറം അവരുടെ സ്വന്തം നാടായ, അതിനേക്കാൾ ഉപരി പരിശുദ്ധമായ കഅബയുടെ സ്ഥലമായ മക്കയിലേക്ക് പ്രവേശിക്കാൻ പറ്റാതെ വർഷങ്ങൾ കഴിഞ്ഞുകൂടിയ സഹാബാക്കൾ വിജയിച്ച് അധികാരത്തോടെ മക്കയിലേക്ക് പ്രവേശിക്കുന്ന സഹാബാക്കൾ ഒരെത്ര സന്തോഷവാന്മാരായിരിക്കും. മക്കയുടെ അധികാരം മാത്രമല്ല, അവരുടെ സ്വന്തം ജന്മനാടിന്റെ അധികാരം വീണ്ടും തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. സഹാബാക്കൾക്ക് എത്ര സന്തോഷമായിരിക്കും, നബിതങ്ങൾക്ക് എത്ര സന്തോഷമായിരിക്കും. പക്ഷെ സഹാബാക്കൾ അവർ ആഘോഷിച്ചത്, അധികാരം കിട്ടിയതിന്റെ ആഘോഷം എങ്ങനെ സഹാബാക്കൾ ചരിത്രത്തിൽ കാണാം. അന്നത്തെ രാത്രിയിൽ മുശ്രിക്കീങ്ങൾ, മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ സഹാബാക്കളെ കണ്ടത്, സഹാബാക്കൾ ഒരു മുശ്രിക്കിന്റെ വീടിനെ ആക്രമിക്കാനോ
അവരെ കളിയാക്കാനോ അവരെ പുച്ഛിക്കാനോ അല്ല അവർ പുറപ്പെട്ടത്. ഒരു മുശ്രിക്കിന്റെ വീടിന്റെ മുന്നിൽ പോയി അവരെ പറ്റി ആക്ഷേപിക്കുകയോ കുത്തുവാക്കുകയോ പറയുകയോ ചെയ്ത് മറിച്ച് സഹാബാക്കൾ അന്നത്തെ രാത്രിയിൽ പരിശുദ്ധമായ കഅബയിൽ തവാഫിലായി, ഇബാദത്തിലായി, തഹ്ലീലിലായി, ദിക്റിലായി കഴിച്ചുമുട്ടി. അത് തന്നെ സത്യത്തിൽ എത്രയോ ശത്രുക്കളെ ഹിദായത്തിന് കാരണമായി തീർന്നു. വിജയിച്ച് മക്കയുടെ അധികാരം കയ്യിൽ കിട്ടിയപ്പോൾ അഹങ്കരിക്കുന്നതിന് പകരം അവർ വിനയത്തോടുകൂടി അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദിലായി കഴിഞ്ഞുകൂടുന്ന മുസ്ലിമീങ്ങളെ കണ്ടപ്പോൾ അത് ഇസ്ലാമിലേക്ക് പ്രവേശിക്കാൻ കാരണമായി തീർന്നു. ഇസ്ലാമിന്റെ വിജയങ്ങളുടെ ആഘോഷം അങ്ങനെയാണ്. ഹറാമിലൂടെയും തിന്മയിലൂടെയും മോശത്തരങ്ങളിലൂടെയല്ല, അള്ളാഹുവിലേക്ക് തിരിഞ്ഞ് നന്ദി കാണിച്ചു. ഉഹദിന്റെ ദിവസം സഹാബാക്കളെ വിജയം കിട്ടിക്കഴിഞ്ഞപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ ഒരുമിച്ച് കൂട്ടി അള്ളാഹുവിനെ സ്തുതിക്കുകയുണ്ടായി. അല്ലാഹുമ്മ ലക്കൽ ഹംദു കുല്ലു അല്ലാഹുമ്മ ലാ ഖാബിദ ലിമാ ബസത്ത വലാ ബാസിത ലിമാ ഖബദത. അള്ളാഹുവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്തു. നിബിധങ്ങൾ പഠിപ്പിച്ച മാതൃക അതാണ്. വിജയത്തിന്റെ ആഘോഷം ഹറാമിലൂടെയും തിന്മയിലൂടെയുമല്ല, അള്ളാഹുവിലേക്കാണ് അടിമ തിരിയേണ്ടത്. എത്രയോ ചരിത്രങ്ങൾ കാണാം. പരിശുദ്ധമായ ഇസ്ലാം നമുക്ക് വ്യക്തമായ മാർഗങ്ങൾ, നിർദ്ദേശങ്ങൾ നൽകി. ഒരു മുസ്ലിമിന്റെ സന്തോഷം എങ്ങനെയായിരിക്കണം, ഒരു മുസ്ലിമിന്റെ ആനന്ദം എങ്ങനെയായിരിക്കണം. നമ്മുടെ ജീവിതങ്ങൾ, നമ്മുടെ ആഘോഷങ്ങളും സന്തോഷങ്ങളും ഹറാമിലൂടെ ആയപ്പോൾ വലിയ വലിയ നിഅമത്തുകൾ നഷ്ടപ്പെട്ടു തുടങ്ങി. മ്യൂസിക് നമ്മൾ വ്യാപകമായപ്പോൾ പരിശുദ്ധമായ ഖുർആനിന്റെ രസം നഷ്ടപ്പെട്ടു പോയി. ഖുർആൻ ഒരു ലഹരിയുണ്ട്, ലോകത്ത് അതിന് തുല്യമായ ലഹരിയുമില്ല. ഖുർആനിന്റെ ലഹരി ഏറ്റവും ഉയർന്നതാണ്. അതിന്റെ മുന്നിൽ ഒന്നിനും പിടിച്ചെടുക്കാൻ സാധിക്കുകയില്ല. വലിയ ശക്തിയുണ്ട്. മനുഷ്യന്റെ ഹൃദയത്തെയും മനസ്സിനെയും ശരീരത്തെയും ഏറ്റവും നല്ല ഉത്സാഹം നൽകുന്ന വലിയൊരു ലഹരിയാണ് ഖുർആനിൻ്റെത്. അത് മുൻഗാമികളായ ആളുകൾക്ക്, സഹാബാക്കൾക്ക്, മുസ്ലിമീങ്ങൾക്ക് ലഭിച്ചിരുന്നു. അവരുടെ ചെവിയും അവരുടെ കണ്ണും അവരുടെ നാവുമെല്ലാം പരിശുദ്ധമായപ്പോൾ, ഇന്ന് നമ്മുടെ ചെവിയും നാവും കണ്ണുമെല്ലാം തിന്മകൾ കൊണ്ട് നിറഞ്ഞപ്പോൾ ഖുർആനിന്റെ ലഹരി കിട്ടാതായി, ഖുർആന്റെ രസം കിട്ടാതായി. അതുകൊണ്ട് ഖുർആന്റെ രസം നഷ്ടപ്പെട്ടു. ഉമ്മത്ത് അധികമായി മ്യൂസിക് കേൾക്കാൻ തുടങ്ങിയപ്പോൾ, സംഗീതങ്ങൾ ഹറാമാക്കിയ പദ്യങ്ങൾ കേൾക്കാൻ തുടങ്ങിയപ്പോൾ ഖുർആനിന്റെ രസം നഷ്ടപ്പെടാൻ തുടങ്ങി. അബി ഹിഷാം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം പറയുന്നു, ഞാൻ ബസറയിലേക്ക് പോകുന്ന യാത്രാമധ്യേ പഴയ കാലഘട്ടത്തിൽ കപ്പലിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ യാത്രക്കിടയിൽ ഒരാളെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ അടിമ പെണ്ണും ഉണ്ടായിരുന്നു. അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയമായപ്പോൾ എന്നെ ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചു. ഞാൻ പോയി ഭക്ഷണം കഴിച്ചു. പിന്നെ അദ്ദേഹം തന്റെ അടിമപ്പെണ്ണിനോട് ചില വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് പദ്യങ്ങൾ ആലപിക്കാൻ പറഞ്ഞു. പദ്യങ്ങൾ ആലപിച്ചു. എന്നിട്ട് എന്നോട് ആ മനുഷ്യൻ ചോദിച്ചു, നിന്റെ അടുക്കൽ ഇങ്ങനത്തെ നല്ല വലുതുമുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇതിനേക്കാൾ നല്ല എൻ്റെ അടുക്കലുണ്ട്. എന്നിട്ട് ആ മുസ്ലിമായ അദ്ദേഹം പരിശുദ്ധമായ ഖുർആൻ തുടങ്ങുന്ന ഖുർആനിന്റെ ആയത്തുകൾ ആ മനുഷ്യനെ ഊതിക്കേൽപ്പിച്ചു. ഈ മനുഷ്യൻ ഇത് കേട്ട് കേട്ട് പിന്നെ മനുഷ്യൻ കരയാൻ തുടങ്ങി. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ശക്തിയാണ്, അതിന്റെ മാസ്മരികതയാണ്, അതിന്റെ വശീകരണ ശക്തിയാണ്, ഏറ്റവും ലഹരിയുള്ളതാണ്. ഖുർആനിന് തുല്യമായ ഒന്നും ലോകത്തില്ല. പിന്നെ ആ മനുഷ്യൻ തൗബ ചെയ്ത് വലിയ ജീവിതത്തിൽ മാറ്റത്തിന് കാരണമായി. ഇന്ന് ഖുർആൻ നമുക്കത് രസം കിട്ടാത്തതിന്റെ പ്രധാന കാരണം നമ്മുടെ ചെവികൾ ഈ മ്യൂസിക്കിന്റെ ശബ്ദം കൊണ്ട് നിറഞ്ഞതായിട്ടുണ്ട്. ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി എഴുതുന്നുണ്ട്, ഏതൊരു സമൂഹത്തിൽ മ്യൂസിക്കും സംഗീതങ്ങളും വ്യാപകമാകുന്നു ആ സമൂഹത്തിന്റെ മേൽ ശത്രുക്കൾ ആധിപത്യം ചെലുത്തുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ബാത്തിലിന്റെ ശക്തികൾ ഉമ്മത്തിലേക്ക് ഇതിനെ വ്യാപകമാക്കിയത്. 3 കാര്യങ്ങൾ ഉമ്മത്തിന്റെ ആത്മീയതയെ നശിപ്പിക്കാൻ വേണ്ടി ബാത്തിലിന്റെ ഇസ്ലാമിന്റെ ശത്രുക്കൾ അവർ തന്നെയാണ് വ്യാപകമാക്കിയത്. ഒന്ന്, നഗ്നത വ്യാപകമാക്കി. തിന്മകൾ ലജ്ജയില്ലാത്ത അവസ്ഥയായി. നമ്മുടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ലജ്ജ നഷ്ടപ്പെട്ടു പോയി. അത്രമാത്രം നഗ്നത വ്യാപകമാക്കി, സുലഭമാക്കി. 2, മദ്യം വ്യാപകമാക്കി, ലഹരി വ്യാപകമാക്കി. 3, മ്യൂസിക്കിനെ വ്യാപകമാക്കി. ഇത് 3ിലൂടെയും ഉമ്മത്തിന്റെ ആത്മീയ ശക്തിയെ ഇല്ലാതാക്കാൻ വേണ്ടി ബാത്തിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന നിഅമത്തെല്ലാം നഷ്ടപ്പെടാൻ കാരണമായി തീരും. ഇതിനെല്ലാം ഉപരി ആഖിറത്തിൽ ലഭിക്കേണ്ട ഉയർന്ന നിഅമത്തുകൾ, ദുനിയാവിനേക്കാൾ വലിയ നിഅമത്തുകൾ, ആഖിറത്തിന്റെ ഉയർന്ന നിഅമത്തുകൾ നഷ്ടപ്പെടാൻ കാരണമായി തീരും. ഹദീസിൽ വന്നതുപോലെ ഒരു മനുഷ്യൻ ദുനിയാവിൽ അല്ലാഹു നിഷിദ്ധമാക്കിയ മദ്യം കുടിച്ചാൽ സ്വർഗത്തിന്റെ മദ്യം കുടിക്കാനുള്ള ഭാഗ്യം നഷ്ടപ്പെട്ടു പോകും. ഇതുപോലൊരു മനുഷ്യൻ ദുനിയാവിൽ അല്ലാഹു ഹറാമാക്കിയ മ്യൂസിക്കിനെ അവൻ ഉപയോഗിച്ചാൽ നാളെ സ്വർഗത്തിൽ ലഭിക്കുന്ന നല്ല ശബ്ദങ്ങൾക്കാണ് ഭാഗ്യം നഷ്ടപ്പെട്ടു പോകും. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സ്വർഗത്തിൽ ചില സമയത്ത് ഇങ്ങനെ കാറ്റടിച്ച് വീശുമ്പോൾ സ്വർഗത്തിന്റെ ശിഖരങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടി ചില നല്ല ശബ്ദങ്ങൾ പുറപ്പെടും. സ്വർഗവാസി അത് കേട്ട് ആനന്ദിക്കുന്നതാണ്.
ചില റിവായത്തിൽ മുഹമ്മദ് ബിൻ മുൻഖദർ റഹിമഹുല്ലാഹ് പറയുന്നു, അല്ലാഹു തആല മലക്കളോട് പറയും, എന്റെ മുഅ്മിനീങ്ങളായ അടിമകളെ, നിങ്ങൾ നല്ല നല്ല ഹംദുകളിലൂടെ തസ്ബീഹിലൂടെ നല്ല നല്ല ശബ്ദങ്ങൾ കേൾപ്പിക്കാൻ അല്ലാഹു തആല മലക്കളോട് പറയും. ഇങ്ങനത്തെ വലിയ സൗഭാഗ്യം നഷ്ടപ്പെട്ടു പോകും ദുനിയാവിൽ അല്ലാഹ് ഹറാമാക്കിയ മ്യൂസിക്കിന്റെ ശബ്ദം കേട്ടവർ. അതുകൊണ്ട് അല്ലാഹു തആല ഇസ്ലാം ഒരിക്കലും മനുഷ്യന്റെ സന്തോഷത്തിനോ ആനന്ദത്തിനോ ആഘോഷങ്ങൾക്ക് ഒരിക്കലും ഇസ്ലാം തടസ്സമല്ല. വീണ്ടും വീണ്ടും പറയുന്നു, ഇസ്ലാം മനുഷ്യന്റെ ആഘോഷങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നു, മനുഷ്യന്റെ ആനന്ദവും സന്തോഷവും ഇസ്ലാമിന് പങ്കു നൽകുന്നു. പക്ഷേ അതിന് ചില മാർഗങ്ങളുണ്ട്, നിർദ്ദേശങ്ങളുണ്ട്, അതിന് ചില രീതികളുണ്ട്. മറ്റുള്ള ആളുകളെ പോലെ എന്തുകൊണ്ടും ഹറാമ് കൊണ്ടും തിന്മകൾ കൊണ്ട് ആഘോഷിക്കുന്നവരല്ല മുസ്ലിം. പ്രത്യേകിച്ച് മ്യൂസിക്കിന്റെ ശബ്ദത്തിൽ ആടി ഉലഞ്ഞ് തുള്ളി ചാടി അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളോടെ അള്ളാഹുവിനെ വെറുപ്പിക്കുന്നവനല്ല മുസ്ലിം. അവൻ ഏത് അവസ്ഥ വന്നാലും, ആ നാട്ടിലെ അവസ്ഥകൾ ഏതെല്ലാം നില വ്യാപകമാകട്ടെ, ചുറ്റുപാടുകൾ എത്ര മോശമാകട്ടെ, മുസ്ലിം റബ്ബിനു വേണ്ടി ജീവിക്കുന്നവനാണ്, അള്ളാഹുവിന് വേണ്ടി ജീവിക്കുന്നവനാണ്. എന്നാൽ ദുനിയാവിന്റെ ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഇതൊരു പക്ഷേ ബുദ്ധിമുട്ടായി തോന്നിയേക്കാം. ഇന്ന ഹൗലാഇ യുഹിബ്ബൂനൽ ആജില വയദറൂന വറാഅഹും യൗമൻ സഖീല. അവരുടെ മുന്നിൽ ദുനിയാവിലെ താൽക്കാലികമായ സുഖമാണ് വലുത്, ഇവിടുത്തെ രസങ്ങളും ആഘോഷങ്ങളുമാണ് വലുത്, അതിനുവേണ്ടി ജീവിക്കുന്നവരാണ്. പക്ഷെ അവർ മറന്നു പോകുന്നു, അവർക്ക് പുറകെ വലിയൊരു ജീവിതം, ഗൗരവമുള്ള ഒരു ജീവിതം വരാനുണ്ട്. വയദറൂന വറാഅഹും യൗമൻ സഖീല. വളരെ ഗൗരവമുള്ള ഒരു ജീവിതം അതിന് മുന്നിൽ കാണാൻ പോവുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി നാം എത്ര ശീലിച്ച തിന്മകളാണെങ്കിലും, നമുക്ക് എത്ര ഇഷ്ടപ്പെട്ട കാര്യമാണെങ്കിലും, നാട്ടിൽ നടപ്പാണെങ്കിലും, ആരെല്ലാം ചെയ്താലും ശരി, മുഅ്മിന്റെ മുന്നിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമുണ്ടാകും. ഹദീസിൽ വരുന്നുണ്ട്, ഒരു അടിമയിൽ അള്ളാഹു തആല രണ്ട് ഭയം ഒരുമിച്ച് കൂട്ടുകയില്ല. ദുനിയാവിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന അടിമ ആഖിറത്തിൽ ഭയപ്പെടേണ്ടി വരികയില്ല. ദുനിയാവിൽ അള്ളാഹുവിനെ ഭയപ്പെടാതെ താന്തോന്നിയായി ഏത് ഹറാമിൽ മുഴുകി ജീവിക്കുന്നവൻ ആഖിറത്തിൽ ഭയപ്പെടേണ്ടി വരും. അതുകൊണ്ട് ദുനിയാവിൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് വലുത് അള്ളാഹു തൃപ്തിയാണ്. അള്ളാഹ് അതിനു മുന്നിൽ മറ്റൊന്നുമില്ല. ഏത് വിജയത്തെക്കാളും വലുത്, മുഅ്മിന്റെ മുന്നിൽ ഏറ്റവും വലുത് അള്ളാഹുവിന്റെ തൃപ്തിയാണ്. വരിദ്വാനും മിനല്ലാഹി അക്ബർ. അവന്റെ മുന്നിൽ ഏറ്റവും വലുത് അള്ളാഹുവിന്റെ തൃപ്തിയാണ്. അതിന് വിരുദ്ധമായ ഒരു പ്രവൃത്തിക്കും ഒരു മുഅ്മിൻ പങ്കുചേരുകയില്ല. അത് ഏത് സമയത്തുമാകട്ടെ, പ്രത്യേകിച്ച് അവന്റെ വിജയത്തിന്റെയും സന്തോഷത്തിന്റെ സമയത്താകട്ടെ, അവൻ ഏറ്റവും വലുത് അള്ളാഹുവിന്റെ തൃപ്തിയാണ്. അത് നഷ്ടപ്പെടുന്ന ഒരു തിന്മയിലും മുഅ്മിൻ പങ്കുചേരുകയില്ല. അള്ളാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.